ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഓലക്കുടലിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ചെറിയ പർച്ചേസിന് പോവുകയാണേ. ഇന്ന് ചിങ്ങ ഒന്നല്ലേ, ചിങ്ങ ഒന്നായതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊന്ന് വെറുതെ വെളിയിലേക്കൊക്കെ ഇറങ്ങാം, കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെറുതെ വെളിയിലേക്ക് ഇറങ്ങിയതാണ്. രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്ന് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, കപ്പ വേവിച്ചു, ചിക്കൻ കറി ഉണ്ടാക്കി ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയതാണ്. ഇനി ഇവിടെ അതിൻ്റെ പേരെന്നായിരുന്നു നമ്മൾ പോകുന്നതിൻ്റെ വെങ്കടേശ്വര ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം നല്ല തുണികളും വിലക്കുറവിൽ നല്ല തുണികളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ പോയി കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വന്നു, ഇവിടെ സിഗ്നൽ വീണു. ഞങ്ങൾ അടുത്ത സിഗ്നൽ വന്നു. ഇപ്പോൾ അടുത്ത സിഗ്നൽ വീണിരുന്നുണ്ട്. അടുത്ത സിഗ്നൽ വീണിരിക്കുന്ന ദൃശ്യമാണ് ഇത് കാണുന്നത്. നമ്മൾ വന്നത് വെങ്കടേശ്വരയിലേക്കാണെങ്കിലും അതിനടുത്ത് നല്ലൊരു ഷോപ്പ് കണ്ടു. അതിലേക്കൊന്ന് എത്തി നോക്കിയാലോ. ഓം സായി കളക്ഷൻ എന്നാണ് ഇതിൻ്റെ പേര്, ഈ കടയുടെ പേര്. കയറി വന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ണ് ചിമ്മിപ്പോയി കേട്ടോ. അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക്, വളരെ അതിമനോഹരം. ഇത്രയും ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കിയാലോ എന്ന്. അങ്ങനെ കയറി നോക്കിയതാ. ഇതിപ്പോൾ ഏതെടുക്കണമെന്ന് ആകെ കൺഫ്യൂസായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഒറ്റ നോട്ടത്തിൽ ഞാൻ അങ്ങോട്ടും ഉണ്ടല്ലോ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കി നിന്നുപോയി. ഇനി നമുക്ക് ഏതായാലും വേണ്ടിയില്ല, ഇനി നമുക്കങ്ങ് സെലക്ഷൻ തുടങ്ങാം. ഇവിടെ വരുന്നവരാരും നിരാശപ്പെട്ടു പോകില്ല. കാരണം എല്ലാ സൈസിലുള്ളതുകൊണ്ട്, ചെറിയവർക്കുള്ളതുണ്ട്, കുറച്ച് വലിപ്പം കൂടിയവർക്കുള്ളതുണ്ട്, ബിഗ് സൈസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും സൈസിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. കുർത്തീസ് ഉണ്ട്, ലെഗിൻസൊക്കെ കണ്ടാൽ എന്ത് ഭംഗിയാണെന്നറിയോ. നല്ല ഫാഷൻ, നല്ല ഡിസൈൻ ഉള്ള ലെഗിൻസൊക്കെ ഉണ്ട്. വിലയും വളരെ ചീപ്പായിട്ടുള്ള റേറ്റാണുള്ളത്. പിന്നെ ഷർട്ടാണെങ്കിൽ ഷർട്ടിൻ്റെ വില കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും കേട്ടോ. ഷർട്ട്സ് നല്ല ക്വാളിറ്റി ഉള്ളത്, എല്ലാ സൈസിലുമുള്ള ഷർട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ ഇവരുടെ പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷമാണ്. ഇവർ പറഞ്ഞ നാട്ടിൽ നിന്ന് പോലും ഒരുപാട് പേർ ഇവിടെ വന്ന് തുണി എടുക്കുന്നുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഞാനിത് കടയുടെ പരസ്യത്തിന് വേണ്ടി പറയുന്നതെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. ഇത് ഞാൻ നമ്മളെപ്പോലുള്ളവർക്ക്, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്ക് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിതിനകത്ത് സ്ഥലം പറയാൻ മറന്നുപോയി. ഇത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ കമ്മനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത് കേട്ടോ. ഇനി അത്യാവശ്യം നമ്മുടെ ഇത് കണ്ടോ, ചുരിദാറൊക്കെ കണ്ടോ, നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും എടുക്കാനുണ്ട്, ഫാഷനബിൾ വേണമെങ്കിൽ അതുണ്ട്. അങ്ങനെ നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ബിൽ സെഷനിലേക്ക് പോയി നോക്കാം. എൻ്റെ കണക്കനുസരിച്ച് ഒരു 5000-ന് മേലെ ആയിട്ടുണ്ട്. എത്രയാകുമെന്ന് നമുക്ക് നോക്കാം. പർച്ചേസിങ്ങിൽ നമ്മളെടുത്ത തുണിയാണ് ഈ കാണുന്നത്. ഹൗ മച്ച് റുപ്പീസ്? നമ്മൾ ഇത്രയും തുണി എടുത്തത് ഇതാണ്. ഇത്രയും തുണി എടുത്തു. ഈ തുണിക്ക് എല്ലാം ചേർന്നായത് 2500 റുപ്പീസാണ്. ഒരു ബാസ്ക്കറ്റ് ഫുള്ള് തുണിയുണ്ട്. ഇതിനെല്ലാം ചേർന്നായത് 2500. ഇവിടെ ഇത് കാണുന്നവരൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഈ കടയിലേക്ക് വരിക, പർച്ചേസ് ചെയ്യുക. തുടങ്ങി അടുത്തത് നമ്മൾ വെങ്കടേശ്വരയിലേക്ക് കയറുകയാണ്. കണ്ടോ, വെങ്കടേശ്വര ടെക്സ്റ്റൈൽസ് ബോർഡ് കാണുന്നുണ്ടോ? സോറി, വെങ്കടേശ്വര ടെക്സ്റ്റൈൽസ് അല്ല, ശ്രീ വെങ്കടേശ്വര ഗാർമെൻറ്റ്സ്. ഇവിടുത്തെ കളക്ഷനുകൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. എങ്ങനെയുണ്ട്? എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണുന്നില്ലേ? നല്ല കളക്ഷനുകൾ ഇവിടെയുണ്ട്. കുട്ടികൾക്കുണ്ട്, മുതിർന്നവർക്കുണ്ട്. എല്ലാ സൈസ് വെറൈറ്റി ഐറ്റംസും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. കുട്ടികളുടെ ഉടുപ്പ് ഉണ്ടാവുക. പിന്നെ ഇത് കണ്ടോ, ജാക്കറ്റുകൾ നല്ല വിലക്കുറവിൽ നമുക്ക് ജാക്കറ്റ് കിട്ടും ഇവിടെ കണ്ടോ. ഇത്ര ഭംഗിയായിട്ടുള്ള ജാക്കറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ ഐറ്റംസൊക്കെ തീരെ വിലക്കുറവാണ്. 70 റുപ്പീസ്, 50 റുപ്പീസ്, അതേ റേഞ്ചിലുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. ഇതുണ്ട്, ഷർട്ട്സ് ഉണ്ട്. പലവിധ വർണ്ണങ്ങളിൽ, കളറുകളിൽ, സൈസുകളിലുള്ള ഷർട്ട്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്കിവിടെ കിട്ടും. നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല തുണികൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഹലോ, അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരുന്ന കാർ പാർക്കിങ്ങിലേക്ക് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കണ്ടതിനായി ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം.